ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. പൂക്കോട്ടുംപാടം കവളമുക്കട്ടയിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ ഭിന്നശേഷി സൗഹൃദ പകൽ വീട് നാടിന് സമർപ്പിച്ചു. പി അബ്ദുൽ വഹാബ് MP, പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, പത്മശ്രീ IM വിജയൻ, ദേവകിയമ്മ, ഗോപിനാഥ് മുതുകാട് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തിയാണ് പകൽ വീടിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വിശ്വപ്രഭ ലൈബ്രറിയുടെ സ്ഥാപക എക്സിക്യൂട്ടീവ് അംഗം രാമന് ഗോപിനാഥ് മുതുകാട്, ശൈല തോമസ് എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിർമ്മിച്ചു നൽകുന്ന മാജിക് ഹോം ഭവന പദ്ധതിയുടെ തുടർച്ചയായാണ് ഇത്തരമൊരു പകൽ വീട് വിശ്വപ്രഭ ലൈബ്രറിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയത്. പകൽ വീട്ടിലെ കലാകായിക പരിശീലന പ്രവർത്തനങ്ങൾക്ക് മട്ടന്നൂർ ശങ്കരൻകുട്ടിയും IM വിജയനും തുടക്കം കുറിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടയിൽ ഗണപതി കൈക്കുട്ടിയും IM വിജയൻ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച ഫുട്ബോൾ കവളമുക്കട്ടയിലെ യുവപ്രതിനിധികൾക്ക് നൽകിയുമാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പകൽ വീട് നിർമ്മിക്കുന്നതിന് 3 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ചെമ്മിണിക്കര വാസുദേവനെ അബ്ദുൽ വഹാബ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ WHO ഇന്ത്യൻ നാഷണൽ പ്രൊഫഷണൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, മലപ്പുറം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് C ജയപ്രകാശ്, ഡിഫറന്റ് ആർട്സ് സെന്റർ ഡയറക്ടർ ശൈല തോമസ്, വിശ്വപ്രഭ ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ, നാഷണൽ അവാർഡ് ജേതാവ് ഫാത്തിമ അൻഷി, കൊയിലാണ്ടി ശങ്കർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആര്യപ്രകാശ് എന്നിവർ പങ്കെടുത്തു. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പകൽ സമയം ചെലവഴിക്കുവാനും അവരുടെ കൂട്ടായ്മ കാര്യക്ഷമമാക്കുവാനുമായാണ് കവളമുക്കട്ടയിൽ ഇത്തരമൊരു പകൽ വീടിന് തുടക്കം കുറിച്ചത്. ഭിന്നശേഷിക്കാരെയും സമൂഹത്തിനൊപ്പം ചേർത്ത് നിർത്തുന്ന സാമൂഹ്യ ഉൾച്ചേർക്കലിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കാണ് പകൽ വീട് ഊന്നൽ നൽകുന്നത്. 2 വിശാലമായ ഹാളുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, അടുക്കള എന്നിവയാണ് ഈ ഇരുനില പകൽ വീടിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.